സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. റമദാൻ പഠനങ്ങൾ. റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ ഗോൾഡൻ ഡേയ്സ് മറ്റേത് ദിവസത്തെക്കാളും വിലപ്പെട്ടതാണ്. കാരണം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രിസ്യസ് മൂമെൻറ്റ്സ് കൂടുതൽ ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകിയിരുന്നു. അവിടുന്ന് തൻ്റെ ഫാമിലി സർക്കിൾ ഉണർത്തി രാവുകൾ പ്രയേഴ്സ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ബ്രൈറ്റൻ ചെയ്തിരുന്നു. ഈ ഫൈനൽ സ്ട്രെച്ച് ലൈലത്തുൽ ഖദർ ഒളിഞ്ഞിരിക്കുന്നു. എ നൈറ്റ് ബെറ്റർ ദാൻ 1000 months എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഖദർ ഓതിയാൽ ആയത്ത് കിട്ടും. ഈ ബ്ലസ്ഡ് നൈറ്റിനെ തേടിയുള്ള നമ്മുടെ ജേണി നന്നാക്കേണ്ടതുണ്ട്. അതിനാൽ ഈ ദിനങ്ങളിൽ കൂടുതൽ ഇബാദത്തുകളിൽ ഇമ്മേഴ്സ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. എന്നാൽ ഈ ഹോളിഡേയ്സിൽ നാം മറ്റുള്ളവരെ ഫോർഗറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ. അവർക്കും ഈ സാക്രഡ് മൂമെൻറ്റ്സിൽ ആരാധനകളിൽ എൻഗേജ് ചെയ്യാൻ അവകാശമുണ്ട്. അതിനാൽ അവർക്ക് ആവശ്യമായ റെസ്റ്റ് ആൻഡ് ഫെസിലിറ്റീസ് നൽകാൻ നാം തയ്യാറാകണം. അഥവാ ഇവിടെ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച്. നിങ്ങൾ രാവും പകലും ബിസിനസ് ചെയ്ത് പൈസ മാത്രം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ആരാധിക്കുവാനും നമസ്കരിക്കുവാനുമൊക്കെ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുവാനുമൊക്കെയുള്ള സമയം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കൂടി കുറ്റവാളികളാണ്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് നാം ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ഓരോരുത്തരും ലെറ്റ് അസ് വാക്ക് ടുഗെദർ പരസ്പരം സ്നേഹിച്ചും കെയർ ചെയ്തും ഈ റമദാനിനെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാം. ടൈം ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ റമദാനിലെ ഓരോ മൂമെൻറ്റും വിലപ്പെട്ടതാണ്. അതിനാൽ സമയം വേസ്റ്റ് ചെയ്യാതെ ഇബാദത്തുകളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കൺസിഡർ ചെയ്യുക. അവർക്ക് ആവശ്യമായ റെസ്റ്റും ഫെസിലിറ്റീസും നിങ്ങൾ നൽകുക. ഷെയർ ദി ജോയ്. ഈ റമദാനിൽ കൂടുതൽ ദാനധർമ്മങ്ങൾ പെർഫോം ചെയ്യുക. പാവപ്പെട്ടവരെയും ആവശ്യമുള്ളവരെയും ലെൻഡ് എ ഹാൻഡ് സഹായിക്കുക. ഫാമിലി ഈസ് എവരിതിങ് എന്ന് പറയുന്നത് പോലെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവരുമായി ലവ് ആൻഡ് കെയർ പങ്കുവെക്കുക. സ്പ്രെഡ് ദ ലവ്. സമൂഹത്തിൽ സമാധാനവും സന്തോഷവും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ റമദാൻ നമുക്ക് ഓരോരുത്തർക്കും ബ്ലെസ്സിങ്സിൻ്റെയും പാപമോചനത്തിൻ്റെയും മന്ത് ആയി അഥവാ മാസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ അല്ലാഹ് അക്സെപ്റ്റ് ഓൾ അവർ ഗുഡ് ഡീഡ്സ്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.